നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. PSCയുടെ 10th ലെവൽ പ്രിലിംസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും പിന്നെ മാത്സിന്റെ ബേസ് അറിഞ്ഞുകൂടാത്ത ഏവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മുതൽ ഒരു പുതിയ വീഡിയോ തുടങ്ങുകയാണ്. ഇത് നോക്കൂ. 3 × 2 = 2 - 4 + 5 × 2 അല്ലെ, ഇതുണ്ടോ? 2 + 4 × 2 ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് അവസാനം ചെയ്യേണ്ടത്, നമുക്ക് ആ കൺഫ്യൂഷൻ വരും അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുണ്ടാവും, BODMAS എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. BODMAS. ഇതാ, ബി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. പിന്നെയോ ഓർഡർ, പവർ, റൂട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ചെയ്യണം. പിന്നീട് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, എന്ന് വെച്ചാൽ അഡിഷൻ, സബ്ട്രാക്ഷൻ അല്ലെ. ഈ രീതിയിൽ വേണം നമുക്ക് ഈ ക്രിയകൾ ചെയ്യാൻ. അതാദ്യം മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ മറന്നു പോകരുത്. അതറിയാമെങ്കിൽ തന്നെ ബാക്കിയുള്ള ഇതിനൊക്കെ നമുക്ക് തെറ്റാതെ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും പരീക്ഷയ്ക്ക്. നോക്കാം നമുക്ക്. ഇതനുസരിച്ച് നമുക്കിപ്പോൾ നോക്കി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ആദ്യം ഇതുണ്ട്, 3 × 2 = 2 - 4 + 5 × 2. ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് വിട്ട്. ഓർഡർ, സ്ക്വയർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? റൂട്ട് അത് കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയോ ഡിവിഷൻ ഉണ്ട് അല്ലേ. ഇത് ഡിവിഷൻ ഉണ്ട്, അത് വേണം ആദ്യം ചെയ്യാൻ. കണ്ടോ, ഈ ക്രമത്തിൽ വേണം ഡിവിഷൻ. ഈ 3 ആയതുകൊണ്ട് ആദ്യം അതേപടി എഴുതണം. 3 × 2 = 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1. പിന്നെ -4 + 5 × 2. ഇത്ര ആദ്യത്തെ ഡിവിഷൻ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? ഉണ്ട്. ഇതല്ല, 3 × 1. 3 × 1 എത്രയാണ്? 3. ഈ -4 അതേപടി എഴുതി, +5 അതേപടി എഴുതി, × 2 ഉണ്ട്, അതും കൂടെ. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒരെണ്ണം നമ്മൾ ചെയ്ത് 3 എഴുതി. ഇനി 5 × 2 കൂടെ എഴുതണം. 5 × 2 എത്രയാണ്? 10. ഇനി അത് ചെയ്യണം. അപ്പൊ എത്ര? = 3 - 4 + 5 × 2 10 ഉണ്ടോ? 2 മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു. ഇനി നോക്കണം, 3 - 4, ഈ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ 3ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാണ്? -1 അല്ലേ, +10. -1 + 10 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ? 10ൽ നിന്ന് 1 കുറയ്ക്കുകയുണ്ട്. 2 ചിഹ്നമല്ലേ, ഇത് മൈനസ്, ഇത് പ്ലസ് അല്ലേ. അപ്പോൾ ആൻസർ +9 ആണ് ആൻസർ. കണ്ടോ, ഈ ഇൻറ്റു ചെയ്തു, 3 എഴുതി, 5 × 2 10 എഴുതി അല്ലേ. ഈ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്തു, അതിനുശേഷം നമ്മൾ ഈ കുറച്ചു, അത് കഴിഞ്ഞ് ഇത് കൂട്ടി എഴുതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ആദ്യം അഡീഷനും പിന്നെ സബ്ട്രാക്ഷനും എന്ന ക്രമം കിടക്കുന്നത്. എങ്കിലും അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഈ ഇടതുവശത്തുനിന്ന് വലത്തോട്ട് ചെയ്ത് പോയാൽ മതി. ആദ്യം അഡീഷൻ ചെയ്യണോ അല്ലെ സബ്ട്രാക്ഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ആ രണ്ടിനും ഒരേ ഇതാണ്. അപ്പം നമ്മൾ ഇടതുവശത്തുനിന്ന് വലത്തോട്ട് ചെയ്ത് പോയാൽ മാത്രം മതി. അത് ഓർത്തിരിക്കണം. ഇത് ആദ്യം അഡീഷൻ ചെയ്യണമെന്ന് നിയമമില്ല. നമ്മൾ ഇടതുവശത്ത് നിന്ന് ആദ്യം ഏത് കിടക്കുന്നു അത് തൊട്ട് നമുക്ക് ചെയ്തു നോക്കാം. അഡീഷനും സബ്ട്രാക്ഷനും മാത്രം ഉള്ളെങ്കിൽ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കഴിഞ്ഞെങ്കിൽ കേട്ടോ. അത് ഇനി അടുത്ത കണക്കിൽ കാണിച്ചു തരാം. കേട്ടോ, 2 + 4 × 8 - 3 × 6. ഇതിനകത്ത് നോക്കി ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇതുണ്ട്. ഈ ബ്രാക്കറ്റ് ചെയ്യുമ്പോഴും ഈ ബ്രാക്കറ്റ് ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇത് അങ്ങനെ വേണം. ഈ ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യണം. നമുക്ക് നോക്കാം. 2 ഈ ബ്രാക്കറ്റ് അതേപടി ഇടുന്നു. 4 × 8 - ഈ ബ്രാക്കറ്റല്ലേ ആദ്യം ചെയ്യണ്ടേ. അപ്പം 4 × 8 അതേപടി എഴുതി. 3 × 6 എത്രയാണ്? 18. ഉണ്ടോ? ഈ ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്തു. ഇനിയുണ്ട് ഒരു ബ്രാക്കറ്റും കൂടെ, അതും കൂടെ നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? = 2 + 4 × 8 എത്രയാണ്? 32 - 18. ഇപ്പൊ ഈ ബ്രാക്കറ്റിലുള്ളത് 32 - 18. ഇത്രയും ബ്രാക്കറ്റിലല്ലേ. ബ്രാക്കറ്റ് തീർന്നിട്ടില്ല, കാരണം 4നെ 8 കൊണ്ട് ഗുണിച്ച് 32 എഴുതി, -18 എന്ന് എഴുതി. ഇനി അതിനെ വീണ്ടും ലഘൂകരിക്കണം. 2 + 32 ന്ന് 18 പോയാൽ എത്രയാണ്? 14 അല്ലേ. അപ്പം 2 + 14 എന്ന് കിട്ടി. അപ്പോൾ ഈ ബ്രാക്കറ്റ് തീർന്നു പോയി. എത്രയാണ് ആൻസർ? 16 ആണ് ആൻസർ. കേട്ടോ, നമ്മൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ക്രമം BODMAS എന്നുള്ള ഓർത്തിരുന്നാൽ നമുക്ക് ഇങ്ങനെ കൃത്യമായ ഉത്തരം കിട്ടും. ഇത് നിങ്ങൾ സ്പീഡിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണം നോക്കാം അല്ലേ. 9 × 7 × 8 - 85 + 9 × 8 - 10 / 5. ഇതിൽ ഏത് ചെയ്യണം? കുറേ ക്രിയകളുണ്ട്, കുറേ ബ്രാക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. 9 /
ഈ ബ്രാക്കറ്റ് ഇട്ടു. കാരണം ഈ ബ്രാക്കറ്റിലുള്ള ചെയ്തിട്ട് വേണം ഇത് തീർക്കാൻ, ഈ ബ്രാക്കറ്റിൽ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ബ്രാക്കറ്റ് അതേപടി ഇറക്കി എഴുതാം. ഇനി 7 × 8 ഇതങ്ങ് ചെയ്യാം. 8 × 7 എത്രയാണ്? 56 മൈനസ് 85 അതേപടി എഴുതി 85 പ്ലസ് ഈ ബ്രാക്കറ്റ് പിന്നെ അടുത്ത് ചെയ്യണം. എണ്ണുമ്പോൾ എത്രയാണ്? 72 മൈനസ് ഈ ബ്രാക്കറ്റ് അടുത്തത് 10/5 2. ബ്രാക്കറ്റ് എല്ലാം തീർന്നിട്ട് ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനിയോ ഈ ക്രിയകളെല്ലാം ചെയ്യണം. ഇതിപ്പോൾ പ്ലസും മൈനസും മാത്രമല്ലേ അതിനകത്തുള്ളൂ. അങ്ങനെ വന്നാൽ ആദ്യം അഡിഷൻ ചെയ്യണം നിർബന്ധമില്ല, ഇടത്തുനിന്ന് വലത്തോട്ട് ചെയ്തു പോയാൽ മതി. പ്ലസും മൈനസും മാത്രം ഉള്ളെങ്കിൽ അത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇത് നമുക്ക് നോക്കാം. 56 ൽ 55 കുറയ്ക്കണമെങ്കിൽ എന്നാ ചെയ്യണം? ചെറിയതിൽ നിന്ന് വലുതല്ലേ കുറയ്ക്കണ്ടേ? അപ്പോൾ 85 ൽ 56 കുറച്ച് 9 6 15 6 29 വരും അല്ലേ? അതിന് മൈനസ് ഇടണം. കാരണം 56 നിന്നല്ലേ 85 കുറച്ച്, ചെറിയ സംഖ്യ എന്ന് കുറച്ചതുകൊണ്ട് മൈനസ് 29. അപ്പോൾ ഇത്രയും ചെയ്തു നമ്മൾ. ഇനിയോ പ്ലസ് 72. അപ്പോൾ ഇത് മൈനസും ഇത് പ്ലസും ആകുമ്പോൾ വീണ്ടും 72 ൽ 29 കുറയ്ക്കണം. 9 3 12 3 4 7 43. ഏത് ചിഹ്നം വേണം? 72 അല്ലേ പ്ലസ്, മൈനസ് 29 അത് വലിയ സംഖ്യയുടെ ചിഹ്നം പ്ലസ്, അപ്പം വലിയ സംഖ്യയുടെ ചിഹ്നം പ്ലസ് ഇട്ടു. 43 മൈനസ് 2 അതിൽ നിന്ന് 2 കുറയ്ക്കണം അല്ലേ? മൈനസ് 2 അപ്പോൾ എത്രയാണ്? 1 41. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ ക്രിയകൾ മുഴുവൻ നമ്മളിപ്പോൾ ചെയ്തു. എത്രയാണ് ലാസ്റ്റത്തെ ഉത്തരം? ഈ ബ്രാക്കറ്റ് മൊത്തം പോയില്ലേ ഏതായാലും. അപ്പോൾ എത്രയാണ്? 9/41. മനസ്സിലായോ? അപ്പോൾ ഇത് നോക്കുക. 7 × 8 56 മൈനസ് എഴുതി, 85 എഴുതി, പ്ലസ് എഴുതി, 9 × 8 72 എഴുതി, 10/5 2 എഴുതി. ഈ ബ്രാക്കറ്റ് ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റുകൾ നമ്മളെല്ലാം ചെയ്തു. ഇനി അടുത്ത ഈ ബ്രാക്കറ്റും കൂടെ നമ്മൾ ഒഴിവാക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? 56 ൽ 85 കുറയ്ക്കണം. ഈ ചെറിയ സംഖ്യ കൊണ്ട് ചെറിയ സംഖ്യ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ ഉണ്ട്. 85 ൽ 56 കുറച്ചിട്ട് മൈനസിന് ഇട്ടാൽ ഉത്തരമായി. മൈനസ് 29 കിട്ടും. പിന്നെയോ പ്ലസ് 72 ഉണ്ടോ? മൈനസ് 29 നിന്ന് പ്ലസ് 72 കുറച്ചാൽ പ്ലസ് 43. അതിൽ നിന്ന് പിന്നെ 2 കുറയ്ക്കണം അല്ലേ? അപ്പോൾ എത്ര വരും? 41. അപ്പോൾ 41 എഴുതി. 9/41 അങ്ങനെയാണ്. ഇതാണ് 9/41. ഇങ്ങനെ വന്നാൽ എങ്ങനെയാണോ? 9 41 അടങ്ങും ഇല്ല, പോയിന്റ് ഇടണം. 0 പോയിന്റ് അല്ലേ? പോയിന്റ് ഇവിടെ ഒരു 0 ഇടും അല്ലേ? 41 90 എത്രയുണ്ട്? 2 പ്രാവശ്യം ഇല്ലേ? 1 2 2 8 82. എത്രയുണ്ട് റിമൈൻഡർ? 8. ഇത്രയും ചെയ്താൽ മതി നമുക്ക് അല്ലേ? അപ്പോൾ എത്ര? പോയിന്റ് 2 വരും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇതുണ്ടോ 9/41 എഴുതിയാലും നിങ്ങൾക്ക് ഉത്തരമാകും. അല്ലെങ്കിൽ 0.2 റിമൈൻഡർ 8 അല്ലേ? റിമൈൻഡർ 8 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ ആൻസർ എഴുതാം. 9/41 വരും അല്ലേ? 9/41. അപ്പോൾ ഈ ബോഡ്മാസ് എന്നുള്ള ഈ ക്രിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇങ്ങനെ എത്ര ബ്രാക്കറ്റുകൾ വന്നാലും എത്ര ക്രിയ പ്ലസോ മൈനസോ ഡിവിഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ശരിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളിത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് എടുക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി.